Hello everyone, welcome. Brain Boost സീരീസിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അത് നമ്മൾ NMR-ലുള്ള ഹെട്രോന്യൂക്ലിയർ NMR-ൽ ഒരു ക്വസ്റ്റ്യൻ ആണ് എടുത്തിരിക്കുന്നത്. ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ വരുന്ന ടോപ്പിക് ആണ്. The question is reaction of white phosphorus with sulfur gives a mixture of products A, B and C. The 31P NMR spectral features of the resultant mixture are shown below. The products A, B and C respectively are. നമുക്ക് 31 ഫോസ്ഫറസ് NMR-ന്റെ സ്പെക്ട്ര തന്നിട്ടുണ്ട്. അതിൽ ABC പ്രോഡക്ട്സിന്റെ സ്പെക്ട്രയാണ് തന്നിരിക്കുന്നത്. ഈ ABC പ്രോഡക്റ്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം NMR ഇതിപ്പോ നമുക്ക് ഫോസ്ഫറസ് സൾഫറായിട്ട് റിയാക്ട് ചെയ്യുന്നു, എന്ത് പ്രോഡക്റ്റ് കിട്ടുന്നു എന്നുള്ളത് നമുക്ക് അത് അറിയില്ലെങ്കിലും ഡയറക്റ്റ് നമുക്ക് അതൊന്നും അറിയില്ലെങ്കിലും ഈ സ്പെക്ട്ര കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് ഏതാണെന്ന് പറയാൻ പറ്റണം. കാരണം നമുക്ക് ഇവിടെ പ്രോഡക്ട്സ് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതിന്റെയൊക്കെ സ്ട്രക്ചർ അറിയാമെങ്കിൽ നമുക്ക് എത്ര തരം ഫോസ്ഫറസ് അവിടെ ഉണ്ട്, ഫോസ്ഫറസിന്റെ എൻവയോൺമെന്റ് നോക്കിയിട്ട് ഫോസ്ഫറസിന്റെ സ്പെക്ട്ര എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആദ്യം നമുക്ക് അറിയേണ്ടത് ഇതിന്റെയൊക്കെ സ്ട്രക്ചർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് P4S3 ഉണ്ട്, P4S10 ഉണ്ട്, P4S7 ഉണ്ട്. ഇതിൽ പിന്നെ എക്സ്ട്രാ ഉള്ളത് P4. ബാക്കിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറ്റി എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ നാലിന്റെയും സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കിയതിനു ശേഷം അത് വരച്ചിട്ട് എത്ര ഫോസ്ഫറസ് ഉണ്ട്, എത്ര ടൈപ്സ് ഓഫ് ഫോസ്ഫറസ് ഓരോ കോമ്പൗണ്ടിലും ഉണ്ട്, ഓരോ പ്രോഡക്റ്റിലും ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അതിനനുസരിച്ചുള്ള സ്പെക്ട്ര എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിനുവേണ്ടി ആദ്യം തന്നെ NMR എന്താണെന്ന് പറയാം. NMR എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് ആണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. അപ്പൊ നമുക്കറിയാം ന്യൂക്ലിയസിന്റെ സ്പിന്ന് കൊണ്ട് ന്യൂക്ലിയസിന്റെ ട്രാൻസിഷൻ ആണ് ഇവിടെ നടക്കുന്നത്. റേഡിയോ വേവ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ട്രാൻസിഷൻ, റേഡിയോ വേവ്സ് ആണ് അബ്സോർബ് ചെയ്യുക ഈ ഒരു ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത്. അപ്പൊ നമുക്ക് അറിയേണ്ടത് I എന്ന് പറയുന്നത് സ്പിന്നാണ്. നമ്മുടെ സ്പിന്ന്, ന്യൂക്ലിയസിന്റെ സ്പിന്ന് അത് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ മാത്രമാണ് അതെന്താവുക, NMR ആക്റ്റീവ് ആവുക. NMR ആക്റ്റീവ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഫോസ്ഫറസ് P31 എന്ന് പറയുന്നതിന്റെ I വാല്യൂ ഇസ് ഹാഫ്. നമുക്കറിയാം ഹൈഡ്രജന്റെ I വാല്യൂ ഹാഫ് ആണ്, കാർബൺ 13ന്റെ I വാല്യൂ ഹാഫ് ആണ്. നമ്മൾ കാർബൺ 13 NMR-ഉം പ്രോട്ടോൺ NMR-ഉം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ സിമിലർ ആണ് ഈ ഹെട്രോന്യൂക്ലിയർ NMR എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ I വാല്യൂ എങ്കിൽ ഇതിന്റെ സ്പ്ലിറ്റിംഗ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2Ni+1 ആണ്. അപ്പൊ ഈ ഐയുടെ വാല്യൂ ഇവിടെ ഹാഫ് ആയതുകൊണ്ട് 2 ഇൻറ്റു ഇവിടെ ഫോസ്ഫറസിന് ഞാൻ 1 കൊടുക്കുകയാണെങ്കിൽ, ഒറ്റ ഫോസ്ഫറസേ ഉള്ളെങ്കിൽ 1 ഇൻറ്റു അല്ലെങ്കിൽ അതിന്റെ സറൗണ്ടിങ്ങിൽ എത്രയാണോ ന്യൂക്ലിയസ് ഉള്ളത്, ഏത് ന്യൂക്ലിയസിനാണ് നമ്മൾ എടുക്കുന്നത് N, അത് 1 ആണ്. I എന്ന് പറയുന്നത് ഇവിടെ ഹാഫ് ആണ്. സോ ഹാഫ് പ്ലസ് 1. അപ്പൊ ഇവിടെ N എന്ന് പറയുന്നത് ഞാൻ ഇവിടെ 1 കൊടുക്കുന്നില്ല, N തന്നെ ഇടുകയാണ്. N എത്രയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട്. അപ്പൊ ഇവിടെ 2 കട്ട് ചെയ്ത് പോകും. അപ്പൊ പിന്നെ നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ അവിടെ, N+1. അപ്പൊ നമുക്ക് 2Ni+1 നമുക്ക് N+1 എന്നുള്ള ഫോമാറ്റിലേക്ക് മാറ്റാം. എപ്പോഴും ഐയുടെ വാല്യൂ ഹാഫ് ആവുന്ന കേസിൽ. അപ്പൊ ഹൈഡ്രജന്റെ കേസിലൊക്കെ സ്പ്ലിറ്റിംഗ് നമ്മൾ കാണുമ്പോൾ ഡബ്ലറ്റ് ആണോ ട്രിപ്ലറ്റ് ആണോ അല്ലെങ്കിൽ ക്വാഡ്രറ്റ് ആണോ എന്നൊക്കെ പറയുമ്പോൾ N+1 എന്നുള്ള ഇക്വേഷൻ ഡയറക്റ്റ് യൂസ് ചെയ്യുമ്പോൾ എത്രയാണോ നെയ്ബറിംഗ് ഹൈഡ്രജൻ ഉള്ളത് അതാണ് N എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഹൈഡ്രജൻ ഏതാണോ അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ന്യൂക്ലിയസ് ഏതാണോ അതിന്റെ ചുറ്റും ഉള്ള സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന NMR ആക്റ്റീവ് ആയിട്ടുള്ള വേറെ ന്യൂക്ലിയസ് ഏതുണ്ടോ അതിന്റെ നമ്പർ ആണ് ഈ N+1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റിംഗ് കിട്ടും. ഇതാണ് ആ ഒരു മെയിൻ കാര്യം നമുക്ക് അറിയേണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ എല്ലാം സ്ട്രക്ചർ കണ്ടുപിടിക്കാം. P4S3, P4S10, P4S7, P4 ഇത്രയും ഇതിന്റെയൊക്കെ സ്ട്രക്ചർ മനസ്സിലായി കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ഫോസ്ഫറസ് ഇവിടെ നമുക്ക് ഫോസ്ഫറസ് ആണല്ലോ, ഹൈഡ്രജൻ അല്ലല്ലോ. ഇവിടെ ഹെട്രോന്യൂക്ലിയർ NMR ആണ്. ഇതിൽ 31 ഫോസ്ഫറസ് ആണ് NMR ആക്റ്റീവ്. നമ്മൾ അതിന്റെ ഇതിലുള്ള കാര്യങ്ങളൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ സ്ട്രക്ചർ അറിയണം. P4S3, P4S10, P4S7, P4. അപ്പൊ ഞാൻ ആദ്യം P4ന്റെ സ്ട്രക്ചർ വരയ്ക്കാം. എല്ലാവർക്കും അറിയുന്നല്ലേ P4ന്റെ സ്ട്രക്ചർ? P4 ഫോസ്ഫറസ് 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 ഫോസ്ഫറസ്. അപ്പൊ ഇങ്ങനെയാണ് വരിക സ്ട്രക്ചർ. ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ വരിക. ഇപ്പൊ നോക്കിയാൽ അറിയാം എല്ലാ ഫോസ്ഫറസും പരസ്പരം ബോണ്ടിങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എല്ലാ ഫോസ്ഫറസും പരസ്പരം, ഈ ഫോസ്ഫറസ് ബാക്കി 3 ഫോസ്ഫറസിനോട് ബോണ്ട് ചെയ്തിട്ടുണ്ട്, ഈ ഫോസ്ഫറസ് ബാക്കി 3 ഫോസ്ഫറസിനോട് ബോണ്ട് ചെയ്തിട്ടുണ്ട്, ഇതും അതുപോലെ തന്നെ ബാക്കിയുള്ള 3 ഫോസ്ഫറസിനോടും ബോണ്ട് ചെയ്തിട്ടുണ്ട്. ദിസ് ഫോസ്ഫറസ് ഇസ് ഓൾസോ ബോണ്ടഡ് വിത്ത് അതർ 3 ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ ഈ 4 ഫോസ്ഫറസും സെയിം എൻവോൺമെന്റിലാണ് ഉള്ളത്. അല്ലാണ്ട് ഇത് വേറൊരു ഫോസ്ഫറസ് അല്ല, ഇത് 4ഉം ഒരേ സിമിലർ ഐഡന്റിറ്റി ആണ് ഷോ ചെയ്യുന്നത്. സോ ഇതിനെ നമുക്ക് PA റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇതും എല്ലാം PA തന്നെയാണ്. മീൻസ് സെയിം ഫോസ്ഫറസ് തന്നെയാണ്. സോ ഇതിന് ഒറ്റൊരു സിംഗ്ലറ്റ് മാത്രമേ ഇത് തരുള്ളൂ. കാരണം 4 ഫോസ്ഫറസ്
4 ഫോസ്ഫറസും കൂടി ഒറ്റ സിഗ്നൽ മാത്രമേ തരുള്ളൂ. സോ സിംഗ്ലറ്റ് മാത്രമേ തരുള്ളൂ. ഈ ഒരു 4 ഫോസ്ഫറസും കൂടി ഒരു സിഗ്നലേ തരുന്നുള്ളൂ. ആ സിഗ്നൽ ആണെങ്കിൽ കൂടി സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. സ്പ്ലിറ്റ് ചെയ്യാതെ എന്തുകൊണ്ടാ? ഇതിനെ സ്പ്ലിറ്റ് ചെയ്യിക്കാൻ വേറൊരാൾ പുറത്തുനിന്നില്ല. ഇത് 4 ഒരുപോലത്തെയാണ്. അതുകൊണ്ട് ഇത് സിംഗ്ലറ്റ് ആണ് തരിക എന്ന് നമുക്ക് മനസ്സിലാവണം. ഇങ്ങനെയാണ് നമ്മൾ NMR തരിക. ഇനി നമുക്ക് അടുത്തുള്ളത് എന്താ? P4S3 അല്ലേ? നെക്സ്റ്റ് ഇസ് P4S3. യെസ്, P4S3 ന്റെ സ്ട്രക്ചർ വരയ്ക്കണം. സോ P4S3 S P ഇങ്ങനെ വരച്ചിട്ട് ഇനി നമ്മൾ ബോണ്ട് ഇവിടെ ഡിനോട്ട് ചെയ്യും. ഫോസ്ഫറസും എസും ഒരു ബോണ്ട് ഇടും. ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും ഈ ഫോസ്ഫറസ് ഈ എസിനോട് ഒരു ബോണ്ട് ചെയ്യും. ഇത് ഇവിടത്തേക്ക് ഈ ഫോസ്ഫറസും പരസ്പരം ഇങ്ങനെ ബോണ്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് P4S3 യുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് നമ്പർ ഓഫ് ഫോസ്ഫറസ് ഏതൊക്കെയാണ് സെയിം എൻവയോൺമെന്റിൽ ഉള്ളത് നോക്കാം. ഈ ഫോസ്ഫറസിനോട് നോക്കിയേ 3 സൾഫർ ആയിട്ടാണ് ബോണ്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 3 സൾഫർ. അപ്പൊ ഇതിന് ഞാൻ PA എന്ന് മെൻഷൻ ചെയ്യുന്നു. ഒരു PA. ഇനി ഇതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഉണ്ടോ? കാരണം ഇവിടുത്തെ ഈ ഫോസ്ഫറസ് ഒരു സൾഫറുമായിട്ടും ബാക്കി 2 ഫോസ്ഫറസ് ആണ്. നോക്കിയാട്ടെ, ഇത് ഫോസ്ഫറസ്, ഇവിടെ ഒരു സൾഫർ, ബാക്കി 2 ഫോസ്ഫറസ്. ഇവിടുത്തെ ഫോസ്ഫറസ് ആണെങ്കിലോ ഒരു സൾഫർ, ബാക്കി 2 ഫോസ്ഫറസ്. ഇവിടുത്തെ ഫോസ്ഫറസ് ഒരു സൾഫർ, ബാക്കി 2 ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ ഈ 3 ഫോസ്ഫറസും സെയിം എൻവയോൺമെന്റിലാണ് ഉള്ളത്. അപ്പോൾ ഇതൊരു സെക്കൻഡ് ടൈപ്പ് ഫോസ്ഫറസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഒരു ഫോസ്ഫറസ് ഉണ്ട്, പിന്നെ ഈ വരുന്ന സെക്കൻഡ് ടൈപ്പ്, ഇങ്ങനെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഒരു ഫോസ്ഫറസ് PA ടൈപ്പും ഉണ്ട്, 3 ഫോസ്ഫറസ് PB ടൈപ്പും ഉണ്ട്. എന്ന് വെച്ചാൽ 3 എണ്ണം സെയിം ടൈപ്പും ഒരെണ്ണം വേറെ ടൈപ്പും ആണ്. അപ്പൊ ഈ PA തരുന്ന സിഗ്നല് ഈ ബാക്കിയുള്ള 3 പേരും തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യിക്കും. ഈ PAയും PBയും വ്യത്യാസം ഉണ്ടല്ലോ, സോ അവര് തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെ 4 സെയിം ആയതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യില്ല. ഇവിടെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ്, ഡിഫറെന്റ് എൻവയോൺമെന്റിൽ ഉള്ളത് കൊണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫോസ്ഫറസ് ആണെന്ന് പറയാം. അപ്പൊ ഈ ഫോസ്ഫറസിനെ ഇവിടെ നെയ്ബർ ആയിട്ടുള്ള ഫോസ്ഫറസ് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കും. അതുപോലെ ഈ 3 ഫോസ്ഫറസിന്റെയും ഡിഫറെന്റ് ആയിട്ടുള്ള ഫോസ്ഫറസ് ആണ് ഇത്. അപ്പൊ ഈ 3 ഫോസ്ഫറസിന്റെ സിഗ്നലിനെ ഈ ഒരു ഫോസ്ഫറസ് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കും. എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുക? PA നെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ PA ന്റെ സ്പ്ലിറ്റിംഗ് എങ്ങനെയാ വരിക? n+1 ആണ് നമ്മൾ പറഞ്ഞത്. n+1 2ni+1 അല്ലെങ്കിൽ n+1. ബിക്കോസ് ഇവിടെ i യുടെ വാല്യൂ ഹാഫ് ആയതുകൊണ്ട് n+1 ഡയറക്റ്റ് യൂസ് ചെയ്താൽ മതി. n+1. ഈ n+1 എന്ന് വരുന്നത്, ഈ n എന്ന് പറയുന്നത് ഈ നെയ്ബറിംഗ് ഫോസ്ഫറസ് ആണ്. എത്ര നെയ്ബറിംഗ് ഉണ്ട്? 3 ഫോസ്ഫറസ് ആണ് ഈ നെയ്ബറിംഗ് ഫോസ്ഫറസ്. 3+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3+1 is 4. സോ n+1 എന്ന് പറയുന്നത് which is 4, that is quadrat. ക്വാഡ്രറ്റ് ആയിട്ടാണ്, എന്ന് വെച്ചാൽ 4 ആയിട്ടാണ് അത് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. 4 സിഗ്നൽ ആയിട്ട് ഇതുപോലെയാണ് സ്പ്ലിറ്റ് ചെയ്യുക. ഇതുപോലെ ക്വാഡ്രറ്റ് ആയി ഒരു സിഗ്നൽ ആണ് തരേണ്ടത്, അതിന് പകരം ഇതൊരു ക്വാഡ്രറ്റ് ആയിട്ടാണ് അത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് തരുന്നുണ്ടാവുക. സാധാരണ എങ്ങനെയാ വരയ്ക്കിയത്? ഇതാണ് നമ്മുടെ ക്വാഡ്രറ്റ്. ഇങ്ങനെയാണ് ഇത് തരിക. സിംഗ്ലറ്റ് ആണെങ്കിൽ ഒറ്റ ലൈന് മാത്രമേ ഉണ്ടാവുള്ളൂ, സിംഗ്ലറ്റ്. ഓക്കെ, ക്വാഡ്രറ്റ് ആയിട്ടാണ് അത് തരിക. ഇനി PB എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക? PBയും n+1 ആയിട്ട് തന്നെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഈ n എന്ന് പറയുന്നത് PBയുടെ ഈ 3 PBയുടെ നെയ്ബറിൽ ആരാ ഉള്ളത്? PA മാത്രമേ ഉള്ളൂ, ഒരാൾ മാത്രമേ ഉള്ളൂ. സോ 1+1 which is 2. സോ അതെന്തായിട്ടാണ്? ഡബ്ലറ്റ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ ഇത് ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കിട്ടി ഇവിടുത്തെ സിംഗ്ലറ്റ് ആണ് P4S3 എന്ന് പറയുന്നത്. ഒരു ക്വാഡ്രറ്റും തരുന്നുണ്ട്, അതുപോലെ ഡബ്ലറ്റും തരുന്നുണ്ട് എന്ന് മനസ്സിലായി. സോ നെക്സ്റ്റ് നമ്മൾ P4S10 ന്റെ നോക്കണം. അപ്പൊ ആദ്യത്തെ ഇത് നോക്കൂ, ഇതാണ് ക്വാഡ്രറ്റ്. ഇവിടെ 1 2 3 4 3 ഉണ്ടല്ലോ, 1 2 3 4 അങ്ങനെ 4 ഉണ്ടല്ലോ. ഇതാണ് ക്വാഡ്രറ്റ്. പിന്നെ ഇത് ഡബ്ലറ്റ് 1 2 ഡബ്ലറ്റ്. അപ്പൊ ക്വാഡ്രറ്റും ഡബ്ലറ്റും തന്നത് ആരാണ്? ഇവിടെ ക്വാഡ്രറ്റും ഡബ്ലറ്റും തന്നത് P4S3 ആണ്. സോ P4S3 വരുന്ന ഓപ്ഷൻസ് മാത്രമാണ് കറക്റ്റ് ആവാൻ ചാൻസ് ഉള്ളത്. സോ A ആവാം അല്ലെങ്കിൽ C ആവാം. ഇവിടെ Bയും Dയും നമുക്ക് അപ്പൊ തന്നെ കട്ട് ചെയ്ത് പോവാം. ഏതാണ് ഓപ്ഷൻ എന്നുള്ളത് കട്ട് ചെയ്ത് പോവാം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് P4S10 ന്റെയും കൂടി കണ്ടുപിടിക്കാം. P4S10 ന്റെയും P4S7 ഉണ്ട്. നമുക്ക് രണ്ടും നോക്കാം. P4S10 വരയ്ക്കാം ആദ്യം. P4S10 ഓക്കെ, അതിന് ഞാൻ ആദ്യം ഇങ്ങനെ ഒരു ഓക്കെ, ഇതിൽ നമുക്ക് ഫോസ്ഫറസും സൾഫറും കൂടി റെപ്രസെന്റ് ചെയ്ത് പോവാം. ഇവിടെ ഒരു ഫോസ്ഫറസ് കഴിഞ്ഞാൽ സൾഫർ, പിന്നെ ഫോസ്ഫറസ്, പിന്നെ സൾഫർ, ഫോസ്ഫറസ്, സൾഫർ. ഇവിടെ ആണെങ്കിലും സൾഫർ, ഫോസ്ഫറസ്, സൾഫർ,
ഇവിടെ ഒരു എക്സ്ട്രാ ഒരു സൾഫർ. ഇങ്ങനെയാണ് വരിക. ഇനി ഇതൊന്ന് ബോണ്ടഡ് ആക്കിയിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പം ഇവിടെ ഇത് രണ്ടും ബോണ്ടഡ് ആണ്. അതുപോലെ ഇവിടുന്ന് ഇവിടത്തേക്കും ഇവിടുന്ന് ഇവിടത്തേക്കും ഇങ്ങനെയാണ് ഈ ഒരു ബോണ്ടിങ് ഉണ്ടാവുക. അപ്പൊ എത്ര ടൈപ്പ് ഓഫ് ബോണ്ട് ഉണ്ടെന്ന് നോക്കണം. അത് എസ് തീർന്നിട്ടില്ല. ഇവിടെ ഒരു എസ് ഡബിൾ ബോണ്ട് എസ് ഉണ്ടാവും, ഇവിടെ ഒരു എസ് ഡബിൾ ബോണ്ട് ഉണ്ടാവും, ഇവിടെ ഒരു എസ് ഡബിൾ ബോണ്ട് എസ് ഉണ്ടാവും, ഇവിടെ ഒരു എസ് ഡബിൾ ബോണ്ട്. അപ്പം P4 നോക്കിയാൽ 1 2 3 4 P4 തന്നെ ഉണ്ട്. എസ് എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 P4S10. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോസ്ഫറസ് നോക്കിയാട്ടെ, ഇതിന് ഒരു ഡബിൾ ബോണ്ട് എസ് ഉണ്ട്, ബാക്കി 3 എസ് ആണ്. ഇവിടെ ആണെങ്കിൽ ഒരു ഡബിൾ ബോണ്ട് എസ് ഉണ്ട്, ബാക്കി 3 എസ് ആണ്. അതുപോലെ ഈ ഫോസ്ഫറസ് ആണെങ്കിൽ ഒരു ഡബിൾ ബോണ്ട് എസും ബാക്കി 3 സിംഗിൾ ബോണ്ട് എസും. ഇവിടെ ഈ ഫോസ്ഫറസ് ആയാലും ഒരു ഡബിൾ ബോണ്ട് എസ്, ബാക്കി 3 സിംഗിൾ ബോണ്ട് എസ് എന്ന് പറഞ്ഞാൽ ഈ 4 ഫോസ്ഫറസിന്റെ എൻവയോൺമെന്റ് സെയിം ആണ്. ഇത് പി എ ആണെങ്കിൽ ഇതും പി എ ആണ്, ഇതും പി എ ആണ്, ഇതും പി എ ആണ്. 4 ഫോസ്ഫറസും സെയിം എൻവയോൺമെന്റിലാണ്. സോ ഈ 4 ഫോസ്ഫറസും കൂടി ഒരു ഒറ്റ സിഗ്നലേ തരുള്ളൂ. അത് സിംഗ്ലറ്റ് ആയിട്ട് തന്നെ നിൽക്കും. ബിക്കോസ് എന്തുകൊണ്ടാ? ഇവിടെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കാൻ വേറെ ടൈപ്പിലുള്ള ഫോസ്ഫറസ് അവിടെ ഇല്ല. സോ ഇതും സിംഗ്ലറ്റ് ആണ് തരുന്നത്. അപ്പൊ P4S10 സിംഗ്ലറ്റ് ആണ് തരുന്നത്, അതുപോലെ P4 സിംഗ്ലറ്റ് ആണ് തരുന്നത്. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് വരാം. ഇവിടെ നോക്കിയാട്ടെ, ഇവിടെ നമുക്ക് സിംഗ്ലറ്റ് കിട്ടണം. ബിയിൽ സിംഗ്ലറ്റ് കിട്ടണമെങ്കിൽ P4S10 നമുക്ക് സിംഗ്ലറ്റാ തന്നത്, P4 സിംഗ്ലറ്റാ തന്നത്. അപ്പൊ ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്നാണ് വരികയെന്ന് മനസ്സിലായി. സോറി, ഇതെന്തായാലും വരില്ലല്ലോ. സോറി ബിയും ഡിയും നമ്മൾ ഓൾറെഡി കട്ട് ചെയ്താണ്. എയും സിയും നോക്കിയാൽ മതി. അപ്പൊ എയില് P4S10 ഉണ്ട്, സിയിലാണെങ്കിലും P4 ഉണ്ട്. ഇത് രണ്ടും സിംഗ്ലറ്റ് ആണ് നമുക്ക് തരുന്നത്. ഇനി നമുക്ക് ഏത് വെച്ചിട്ട് കൺഫേം ചെയ്യണം? P4S7 ഉം P4S10. ഇപ്പൊ നോക്കിയാട്ടെ, P4S10 ഓൾറെഡി സിംഗ്ലറ്റേ തരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ സി നമുക്ക് എന്താണ് തരുന്നത്? 1 2 3 മൂന്നെണ്ണം ഉണ്ട്. ഇത് അപ്പൊ ട്രിപ്ലറ്റ്, മൂന്നെണ്ണം ഉണ്ടായ ട്രിപ്ലറ്റ്. അതുപോലെ 1 2 3 ട്രിപ്ലറ്റും ആണ് അടുത്ത തന്നത്. സോ P4S10 എന്ന് പറയുന്നത് ഇവിടെ വരില്ല. ബിക്കോസ് ഇത് സിംഗ്ലറ്റ് മാത്രമല്ലേ തരുന്നത്. സോ സി എന്ന് പറയുന്നത് P4S10 എന്തായാലും വരില്ല. അതുകൊണ്ട് നമുക്ക് ഈ സി ഓപ്ഷൻ കട്ട് ചെയ്യാം. ബിക്കോസ് ഇവിടെ സി എന്ന് പറയുന്നത് P4S10 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് സിംഗ്ലറ്റാ തരേണ്ടത്. പക്ഷെ നമുക്ക് ആൻസറിൽ എന്താ ഉള്ളത്? ഇവിടുത്തെ നമ്മുടെ സ്പെക്ട്രയിൽ ട്രിപ്ലറ്റ് ഉള്ളത്. അപ്പോൾ സി ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. ഡയറക്റ്റ് നമുക്ക് എ ഓപ്ഷൻ മാർക്ക് ചെയ്യാം. എങ്കിൽ കൂടി നമുക്ക് P4S7 കൂടി കണ്ടു നോക്കാം. ട്രിപ്ലറ്റ് തന്നെയാണ് വരുന്നത് എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അടുത്തത് P4S7 അല്ലേ? P4S7 സ്ട്രക്ചറും കൂടി നമുക്ക് വരച്ചു നോക്കാം. ഓക്കെ, ഇപ്പൊ P4S7 1 2 3 4 5 6 7 ഇവിടെ ഒന്നുണ്ടാവും. ഇവിടുന്ന് ഇനി നമുക്ക് ബോണ്ട് വരയ്ക്കാം. വേറെ കളർ എടുക്കാം. 1 ഇവിടുന്ന് ഇവര് തമ്മിൽ ബോണ്ട് ഉണ്ടാവും, ഇവിടുന്ന് ഇവിടെ തമ്മിൽ ബോണ്ട് ഉണ്ടാവും, ഇവിടുന്ന് ഇവര് തമ്മിൽ ബോണ്ട് ഉണ്ടാവും. ഇവിടെ ഒരു ഡബിൾ എസ് ഉണ്ടാവും, ഇവിടെയും ഒരു ഡബിൾ ബോണ്ട് എസ് ഉണ്ടാവും. അപ്പൊ നോക്കിയാട്ട് എത്ര എസ് ഉണ്ട്? 1 2 3 4 5 6 7 7s ആയി. ഫോസ്ഫറസ് ആണെങ്കിൽ 4 എണ്ണം ഉണ്ട്. അപ്പൊ ഇതിൽ നോക്കിയാട്ടെ, ഈ പി എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട് എസും 3 എസും ഉള്ളത്. ഈ പി എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട് എസും 3 എസ് ഉള്ളത്. 1 എസ് 2 എസ് 3 എസ്, അത് സിംഗിൾ ബോണ്ട് എസ്. അപ്പൊ ഇത് പി എ ആണെങ്കിൽ ഇതും പി എ തന്നെ ആയിരിക്കും. പി എ സെയിം എൻവയോൺമെന്റിലാണ് ഇത് രണ്ടും ഉള്ളത്. ഇനി ഈ ഫോസ്ഫറസ് നോക്കിയാട്ടെ, ഒരു സൾഫർ ഇവിടെ, ഒരു സൾഫർ ഇവിടെ, ഒരു ഫോസ്ഫറസ് ഇവിടെ. അതേപോലെ ഈ ഫോസ്ഫറസ് ആണെങ്കിൽ ഒരു സൾഫർ ഇവിടെ, ഒരു സിൽഫർ ഇവിടെ, മറ്റേത് ഫോസ്ഫറസ്. അപ്പം ഇത് പി ബി ആണെങ്കിൽ ഇതും പി ബി തന്നെയാണ്. അപ്പൊ 2 ഫോസ്ഫറസ് നമുക്ക് കിട്ടി. ഒരു ടൈപ്പിലുള്ളത് പി എ, രണ്ടാമത്തെ ടൈപ്പിലുള്ളത് പി ബി എന്ന് നമ്മൾ. അങ്ങനെ പി എ എത്രയുണ്ട്? 2 പി എ ഉണ്ട്, അതുപോലെ തന്നെ 2 പി ബി ഉണ്ട്. നമുക്ക് 2 ടൈപ്പിലുള്ള ഫോസ്ഫറസ് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ പി എന്റെ ചുറ്റുമുള്ള ഈ പി എനെ നമ്മൾ പിന്നെ എടുക്കാൻ പാടില്ല. ഈ പി എന്റെ ചുറ്റും പി എ ടൈപ്പ് അല്ലാത്തത് എത്രയുണ്ട്? പി ബി 2 ടൈപ്പ് ഉണ്ട്. അപ്പൊ എന്നിന്റെ വാല്യൂ എന്താ? ഇവിടെ n+1 കൊടുക്കുകയാണെങ്കിൽ n എന്ന് പറയുന്നത് 2 ആണ്. പി ബി എത്രയുണ്ട്? 2. 2 + 1 which is 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്ലറ്റ്. ഓക്കെ, അതുപോലെ പി ബിന്റെ കാണണമെങ്കിലും n+1 തന്നെ ചൂസ് ചെയ്യുക. n+1 എന്ന് പറയുമ്പോൾ ഇവിടെ പി ബി അല്ലാതെ ടൈപ്പ് എത്രയുണ്ട്? പി എ, അത് എത്ര ഉണ്ട്? 2. 2 + 1 which is also 3 which is triplet. So triplet ആണ് നമുക്ക് P4S7 കേസിൽ കിട്ടേണ്ടത്. സോ അതന്നെയല്ലേ കിട്ടിയത്? ട്രിപ്ലറ്റ് എന്ന് പറയുന്നത് ഇത് P4S7 ആണ്.
അതുപോലെ ഈ ബി എന്ന് പറയുന്നത് P4S10 ആണ്. ഇവിടുത്തെ എല്ലാ ഫോസ്ഫറസും സെയിം ആണ്. ഇവിടുത്തെ ഫോസ്ഫറസ് എന്ന് പറയുന്നത് P4S3 ആണ്. P4S3 ആണ് ഇത് വരുന്നത്. അതിൽ ഒന്ന് ക്വാർട്ടറേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, മറ്റത് ഡബിളറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. P4S3യുടെ ഇതിങ്ങനെയാണ്. ഒരു PA എന്ന് പറയുന്നത് ഒരു എൻവയോൺമെന്റിലും ബാക്കിയുള്ള 3 എണ്ണം വേറൊരു എൻവയോൺമെന്റിലാണ് ഉള്ളത്. സോ ഒന്ന് നമുക്ക് ഡബിളറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, മറ്റത് നമുക്ക് ക്വാർട്ടറേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സോ നമ്മുടെ ആൻസർ എന്താണ് വരുന്നത്? A ഓപ്ഷൻ ആണ് കറക്റ്റ്. P4S3, P4S10 and P4S7 ഇതാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരിക. അപ്പൊ ഈ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഫോസ്ഫറസ് സൾഫർ വരുന്ന കോമ്പൗണ്ട്സിന്റെ ഒന്ന് രണ്ട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലല്ല, ക്വസ്റ്റ്യന്റെ ഫ്രെയിം വർക്കിൽ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ഈ സ്ട്രക്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം. P4ന്റെ സ്ട്രക്ചർ, P4S3യുടേത്, P4S10, P4S7 അങ്ങനെ വരുന്ന കുറച്ചധികം ഫോസ്ഫറസ് സൾഫർ കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചർ നമ്മളൊന്ന് നോക്കി വെച്ചേക്കുക. അതിന്റെ ബേസിൽ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും. ആ സ്ട്രക്ചർ അറിയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പം നമ്മൾ ഫോസ്ഫറസും സൾഫറും തമ്മിലുള്ള റിയാക്ഷൻ അറിഞ്ഞില്ലേ കൂടി സ്പെക്ട്ര നോക്കിയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ അറിയണം. അപ്പൊ സ്ട്രക്ചർ ഒന്ന് നോക്കി വെച്ചേക്കുക. കുറച്ച് അത്യാവശ്യമുള്ള ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന ഫോസ്ഫറസ് സൾഫറിന്റെ സ്ട്രക്ചർ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ബൈഹാർട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി വരച്ചു നോക്കുക തന്നെ ചെയ്യണം. അതിനൊരു ട്രിക്ക് കണ്ടുപിടിക്കുക. ഇവിടെ P4 വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം. അതുപോലെ P4S3 വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ഈ 3 Pയും അതുപോലെ തന്നെയാണ് താഴെയുള്ളത്. പിന്നെ S ഇവിടെ എക്സ്ട്രാ കയറി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ P4S10ന്റെ കേസിൽ നമ്മൾ ഇതുപോലെ ആദ്യം സ്ട്രക്ചർ വരയ്ക്കുക. ചെയർ വരയ്ക്കുക, അതിനുശേഷം ഒരു ഹെക്സഗൺ തന്നെ വരച്ചു വെക്കുക. നമുക്ക് അതിനുശേഷം നമ്മൾ ഫോസ്ഫറസും സൾഫറും ആൾട്ടർനേറ്റീവ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ എല്ലാ ഫോസ്ഫറസും സെയിം എൻവയോൺമെന്റിലാണെന്ന് മനസ്സിലാവും. P4S7ന്റെ കേസിലും നമ്മളൊന്ന് ചെയ്തു വെക്കേണ്ടി വരും. അപ്പൊ ഒരു 2-3 പ്രാവശ്യം ഒന്ന് സ്ട്രക്ചർ വരച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കത് ഓർമ്മയിൽ ഉണ്ടാവും. എക്സാമിന് വരുമ്പോൾ നമുക്ക് റീകലക്ട് ചെയ്യാൻ പറ്റും. അപ്പം NMR പഠിക്കുന്ന കൂട്ടത്തിൽ ഹെട്രോന്യൂക്ലിയർ NMR പഠിക്കണം. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ നോക്കേണ്ടതാണ് ഫോസ്ഫർ സൾഫർ കോമ്പൗണ്ട്സിന്റെ ഈ സ്ട്രക്ചറും കൂടി. അപ്പൊ ഈ ഒരു പോർഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒന്ന് രണ്ട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഈ ഒരു പോർഷൻസിൽ നിന്ന്. അപ്പൊ ഐ ഹോപ്പ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. NMR പഠിച്ചവർക്ക് ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. N+1 ആണ് നമ്മുടെ ഐയുടെ വാല്യൂ ഹാഫ് ആണെങ്കിൽ. ഐയുടെ വാല്യൂ 0 ആണെങ്കിൽ NMR ഇനാക്റ്റീവ് ആണ്. ഐയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, ഐയുടെ വാല്യൂ ഹാഫ് ആണെങ്കിൽ N+1 ചെയ്താൽ മതി. 2ni+1 ആണ് ജനറൽ ഇക്വേഷൻ. അതിൽ ഐയുടെ വാല്യൂ ഹാഫ് വരുമ്പോൾ N+1 ആയിട്ട് ചുരുങ്ങിയാണ് സ്പ്ലിറ്റിംഗ് വരുന്നത്. പിന്നെ ഐയുടെ വാല്യൂ 3/2 ആണെങ്കിൽ 2n into 3/2 plus 1 എന്ന് മാറ്റി എഴുതേണ്ടി വരും. പിന്നെ ഐയുടെ വാല്യൂ 1 ആണെങ്കിൽ 2n into 1 plus 1. അങ്ങനെ നൈട്രജന്റെ കേസിലാണെങ്കിൽ I equal to 1 ആണ് വരിക. അങ്ങനെ മാറുന്ന കേസിലുള്ളത് നമുക്ക് അറിയാത്തതൊക്കെ ആണെങ്കിൽ അവർ ക്വസ്റ്റ്യനിൽ മെൻഷൻഡ് ആയിരിക്കും. അല്ലാത്ത കുറച്ച് ന്യൂക്ലിയസിന്റെ I വാല്യൂ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുകയും വേണം. സോ ഇങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് വരിക. സോ I hope the video is clear to you. Thank you so much for watching.